ഹലോ, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല നാടൻ രീതിയിലുള്ള ഒരു മട്ടൻ വരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതിനായിട്ട് ഒരു 1/2 കിലോ മട്ടന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ തന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പിനടുത്ത് വെള്ളം ചേർത്തിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് മട്ടൻ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഒരു കടായി എടുത്തിട്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് പച്ചമല്ലിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 4 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അത് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ കളർ കിട്ടും. ഇതിലേക്ക് 1 ടീസ്പൂണ് വലിയ ജീരകം, 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് അങ്ങ് കരിഞ്ഞ് പോകാതെ വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, കാരണം പെട്ടെന്ന് കരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു കളറ് ആവുന്ന വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അതിനുശേഷം ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഈ സമയത്ത് ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബേ ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക, അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇത് ചെറിയ ഉള്ളി വെച്ചാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് വലിയ ഉള്ളിയും ചേർക്കാവുന്നതാണ്. അപ്പോൾ ചെറിയ ഉള്ളി കൂടുതൽ ചേർക്കുമ്പോൾ ടേസ്റ്റ് കൂടും. ഇനി ഇതിലേക്ക് പച്ചമുളക്, കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് ഈ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ തക്കാളി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ 2 മിനിറ്റിന് ശേഷം ഇപ്പോൾ ആ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച ആ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാലയാണ് ചേർക്കുന്നത്. അതുപോലെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പ്, കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ചേർക്കേണ്ടത്. നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ കുരുമുളക് പൊടി ചേർക്കാം, പച്ചമുളക് ചേർക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച മട്ടന് അതിൻ്റെ ചാറോട് കൂടിയിട്ട് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ഒരു കുറഞ്ഞ തീയിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിത് വീണ്ടും ഒന്ന് നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചത് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർക്കാം. ആവശ്യമെങ്കിൽ കറിവേപ്പിലൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ രുചിയിലുള്ള ഈ മട്ടൻ വരട്ടിയത് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. നല്ല ടേസ്റ്റാണ്. നമുക്ക് എന്തിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. അപ്പോൾ നിങ്ങൾക്കിനി ഇത് ഒന്നുകൂടെ വറ്റിച്ചെടുക്കണമെങ്കിൽ ഒന്നുകൂടെ വറ്റിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്